മുഖ്യമന്ത്രി ഒരു മറ്റൊരു വിഷയത്തില് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഈ പി എം ശ്രീ നേരത്തെ ഒപ്പുവെച്ചത് അത് റദ്ദ് ചെയ്യാൻ കഴിഞ്ഞ സർക്കാരിന് അവസരം ഉണ്ടായിരുന്നു. അത് നേരത്തെ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്. അത് അന്ന് റദ്ദ് ചെയ്യാതെ ഇന്ന് ഇപ്പോൾ വിമർശിക്കുന്നതിൽ എന്താണ് കഥ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അത് നേരത്തെ അങ്ങനെ റദ്ദ് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് എന്നാണ് പി എം പറഞ്ഞത്. മുഖം വികൃതമായതിന് കണ്ണാടി കുത്തി പൊട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജബി മേത്തർ കോൺഗ്രസ് എം പിയാണ്, വഹാബ് ലീഗ് എം പിയാണ്. അവർ രണ്ടുപേരും പാർലമെന്റിൽ ചോദിച്ച ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവർ പ്രതീക്ഷിക്കുന്ന മറുപടി നൽകുമെന്ന കാഴ്ചപ്പാടോടുകൂടിയായിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പറഞ്ഞു, കേരളം പി എം ശ്രീ കരാറിൽ ഒപ്പിട്ടിട്ടില്ല, ധാരണാപത്രം മാത്രമാണത്. കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ ഫണ്ട് ലഭിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കരാർ പ്രകാരം പി എം ശ്രീ പണം കേരളം വാങ്ങിയിട്ടുണ്ടോ? അവർ പി എം ശ്രീയുടെ സ്കൂളിൻ്റെ ലിസ്റ്റ് പോലും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പണവും നൽകിയിട്ടില്ല. സുവ്യക്തമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, വി ശിവദാസൻ എം പിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ 32 സംസ്ഥാനങ്ങളിൽ സ്കൂളിൻ്റെ ലിസ്റ്റ് കിട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ 3 വർഷമായി ഇത്ര തുക അവർക്ക് കൊടുത്തെന്നും അതെല്ലാം ചേർന്നാൽ 3500 കോടിയോളം രൂപ വരുമെന്നും പറഞ്ഞ കൂട്ടത്തിൽ കേരളത്തിൻ്റെ പേര് ആ ലിസ്റ്റിലില്ല. കേരളത്തിൻ്റെ പേര് ആ ലിസ്റ്റിലില്ലെന്ന് പറഞ്ഞാൽ പി എം ശ്രീ കരാറിൽ കേരളം ഒപ്പിട്ടതുകൊണ്ട് ഇനി പിൻവാങ്ങാൻ പറ്റില്ലെന്നും, കേരളം ഒപ്പിടുക മാത്രമല്ല ഫണ്ടും വാങ്ങി എന്നതുകൊണ്ട് പിന്മാറാൻ പറ്റില്ലെന്നും പറയുന്ന മുഖ്യമന്ത്രിയുടെ പച്ച നുണ ഇനി ആരും വിശ്വസിക്കില്ല. അപ്പോൾ പി എം ശ്രീ കരാറിൽ കേരളം ഒപ്പിട്ടിട്ടില്ല, ധാരണാപത്രം മാത്രമാണ്, സ്കൂളിൻ്റെ ലിസ്റ്റ് കേരളം കൊടുത്തിട്ടില്ല, പി എം ശ്രീയുടെ ഫണ്ട് കേരളം വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് ഇനിയും വൈദ്യരെ നാണം കെടാതെ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ വികൃതമാകുന്നതിന് കണ്ണാടി കുത്തി പൊട്ടിക്കണ്ട, ജബി മേത്തറുടെയും വഹാബിൻ്റെയും മേക്കിട്ട് കയറണ്ട. സത്യം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഓക്കെ. ഇല്ല, സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയല്ലോ, അത് വ്യാജ വാർത്തയാണെന്ന് മാത്രമല്ല, ആ വാർത്ത കൊടുത്തവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും അറിയും? മിക്കവാറും അനിൽ കുരുടത്ത് പാർട്ടി PB-യിൽ എത്തിയിട്ടുണ്ടാവണം. ശരി.